CPM നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ പുറത്ത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് 5 വർഷം CPM നേതാവ് നിബിൻ 5 വർഷം മുൻപ് CPM നേതാവ് നിബിൻ ശ്രീനിവാസനോട് നടത്തിയ സംഭാഷണമാണ് പുറത്തു വന്നത്. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയാണെന്നും AC മൊയ്തീന്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസ്സായെന്നും സംഭാഷണത്തിൽ ആരോപിക്കുന്നു. സംഭവത്തെ തുടർന്ന് നിബിൻ ശ്രീനിവാസനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. റിപ്പോർട്ട് കാണാം ആദ്യം. തൃശ്ശൂരിലെ CPM-നെ പ്രതിസ്ഥാനത്താക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായ ശരത് പ്രസാദിന്റെ ശബ്ദരേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട്. അതിനു പുറമെ AC മൊയ്തീൻ, MK കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരെടുത്ത് വിമർശിക്കുന്നു ശരത് പ്രസാദ്. 5 വർഷം മുൻപാണ് ഈ ഒരു ശബ്ദ സംഭാഷണം നടന്നത്. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും. ഇവരൊക്കെ നല്ല പിടിക്കും. കണ്ണാട്ടം ഓടാനോടി നിൽക്കും. പൊളിറ്റിക്സ് രസപ്പെട്ടാണ്. CPM-ന്റെ ജില്ലയിൽ നിന്നുള്ള നേതാവായ നിബിൻ ശ്രീനിവാസനോട് സംസാരിച്ചതാണ് ഈ കാര്യം എന്നുള്ളതാണ് ശരത് പ്രസാദ് തന്നെ വിശദീകരിക്കുന്നത്. തൻ്റെ സംഭാഷണം തന്നെയാണ് എന്നുള്ള കാര്യം ശരത് പ്രസാദ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വൻകിട സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നും MK കണ്ണൻ പണ്ട് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ നഗരത്തിൽ കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന ആളാണെന്നും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് അറിയാമല്ലോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നു. ആളെന്ന് കാണുന്നാല് അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി അത്ര വലിയ വലിയ ഡീലേഴ്സ്. അതുപോലെ തന്നെ അനൂപ് ഡേവിസ് കാടക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ജില്ലയിലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയ വർഗീസ് കണ്ടംകുളത്തേക്കും വലിയ ഇടപാടുകളുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, വലിയ ഡീലിങ്ങുകളാണ് ഇവരൊക്കെ നടത്തുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ സംഭാഷണത്തിൽ നമുക്ക് വ്യക്തമാകുന്നു. ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരുപാട് നേതാക്കൾക്ക് സാമ്പത്തിക ഇടപാടുകൾ വഴിവിട്ട രീതിയിൽ ഉണ്ട് എന്നുള്ളതും വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്നും കോൺഗ്രസ് ഉൾപ്പെടെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഈ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ കോളിളക്കം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യാനാണ്, അതിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. 100 രൂപയിൽ കൂടുതൽ തനിക്ക് ഒരു ബാങ്കിലെയും അക്കൗണ്ടിൽ ഇല്ലെന്ന് CPM നേതാവ് MK കണ്ണനും പ്രതികരിച്ചു. ED തന്റെ സാമ്പത്തിക സ്ഥിതി അന്വേഷിച്ചിരുന്നു. ശബ്ദ സംഭാഷണത്തിന് പിറകിൽ 2 പേരാണെന്നും അവരെ പുറത്താക്കിയെന്നും MK കണ്ണന്റെ പ്രതികരണവും പിന്നാലെ വന്നു അല്പസമയം മുമ്പ്. ഈ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തവനും 2 പേരും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പോയി പുറത്തു പോയി. പോയില്ല. ഒരാൾ പഞ്ചായത്ത് മെമ്പർ, ലോക്കൽ സെക്രട്ടറി, അവൻ പാർട്ടിയുടെ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനില്ല. ഇവന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ അൻവറിന്റെ കൂടെയായിരുന്നു. ഇപ്പോൾ അവൻ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനാണ് ഒരാൾ. രണ്ടാമത്തെ ആളും പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിനെ ഒഴിവാക്കിയ ആളാണ്. ഇവന് ഫോൺ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ VR അനൂപ്, കോൺഗ്രസ് നേതാവ്, ഒപ്പം M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ VR അനൂപിലേക്ക്. ശ്രീ VR അനൂപ്, ഇപ്പോൾ MK കണ്ണന്റെ പ്രതികരണം കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നുണ്ടോ? CPM-നെ പിടിച്ചൊലുക്കാൻ തക്ക ശേഷിയുള്ള പ്രതികരണങ്ങൾ നടത്തിയത് എതിർചേരിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ അല്ല, സ്വന്തം പാർട്ടിയിലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനപ്പെട്ട ഇരുന്ന വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവരെ അങ്ങ് പുറത്താക്കി കഴിഞ്ഞു, അവരിപ്പോൾ അല്ലെങ്കിൽ ആ സ്ഥാനങ്ങളില്ല എന്ന് പറഞ്ഞതോടുകൂടി പ്രശ്നം അവസാനിക്കുമോ? ശ്രീ VR അനൂപ്, എത്രത്തോളം മൂർച്ചയേറിയ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ശബ്ദരേഖയാണ് പുറത്തേക്ക് വരുന്നത് ശ്രീ VR അനൂപ്? ആശ്ചര്യം തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒട്ടും തന്നെ ആശ്ചര്യം തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞെട്ടിക്കുന്ന വാർത്ത എന്നൊക്കെ ഇന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ CPM-നെ, വിശേഷ്യ തൃശ്ശൂർ ജില്ലയിലെ CPM-നെ അടുത്തറിയുന്ന ആളുകൾക്കൊന്നും ഒരു ഞെട്ടലുമില്ല. പക്ഷെ ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ CPM-ന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ DYFI-യുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അടുത്ത സഹപ്രവർത്തകനോട് പറയുന്നത് ബലത്തിൽ
മാർക്സിസ്റ്റ് പാർട്ടി എന്നത് ഒരു മണിച്ചെയിൻ പാർട്ടിയായി എന്ന്. അതിന് വെളിപ്പെടുത്തലുകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം പറയുന്നത് എന്താ, 10,000 രൂപ ഒരു SFIയുടെ പ്രാദേശിക തലത്തിൽ, ലോക്കൽ തലത്തിൽ. പിന്നീട് അത് ജില്ലാ തലത്തിലേക്ക് വരുമ്പോൾ അത് 20,000 രൂപയാണ് പണം പിരിക്കാനുള്ള ശേഷി. CPM-ലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന 75,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ. അപ്പോ പാർട്ടി ഘടകങ്ങൾ ഉയരുന്നതിനനുസരിച്ച് രാഷ്ട്രീയ ബോധ്യമോ സംഘടനാ ബോധമോ ഉയരുന്നു എന്നല്ല പറയുന്നത്. പണം പിരിക്കാനുള്ള ശേഷി, മണി പർച്ചേസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ മണി കളക്ടിങ് കപ്പാസിറ്റി വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്ന കാര്യം കുറെ നാളുകളായി ഇവിടെ നിലനിൽക്കുന്നതാണെന്നേ. ഇതിന്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് ഇത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതാണ്, അടുത്തറിയുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ CPM-ന്റെ DYFIയുടെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ, ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാവുന്നത്ര ഗൗരവതരമായി, അത് ആരോപണം ഉന്നയിക്കുന്ന നിസ്സാര ആളുകൾക്കെതിരെയല്ലോ. മുൻ മന്ത്രിയായ, മുൻ ജില്ലാ സെക്രട്ടറിയായ AC മൊയ്തീനെ പോലെയൊക്കെ പറയുന്നത് എന്താ, ഓൺലി ടോപ്പ് ക്ലാസ് എന്നൊരു സിനിമയിൽ പറയുന്ന പോലെ അപ്പർ ക്ലാസ്സുമായി അടുത്തിടപെടുന്ന ആളാണെന്ന് പറയുന്നത് ഇവരെ കുറിച്ച്. അപ്പൊ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്, ഇതിന് മറുപടി പറയേണ്ടത് CPM തന്നെയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, സംസ്ഥാന നേതൃത്വമാണ്. ഇത് അങ്ങനെ ഗൗരവമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞ് CPM-നെ സംബന്ധിച്ച് അവഗണിക്കാവുന്നത്ര ലളിതമല്ല കാര്യങ്ങൾ. ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇത് വളരെ കൃത്യമായി CPM അണികളും അനുഭാവികളും അടക്കമുള്ള ആളുകൾ CPM-നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ M. ജയചന്ദ്രൻ, ഇത് ഗൗരവമേറിയ വിഷയമായി ഇത് പാർട്ടി കാണേണ്ടതുണ്ടോ? കാരണം ഒരു പാർട്ടി സംവിധാനത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ, ചില്ലറ ഒരു സ്ഥാനത്തിരുന്ന വ്യക്തികളല്ല, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പ്രവർത്തകരല്ല, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഈ സ്ഥാനങ്ങളിൽ ഇരുന്ന വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിലൊരു വ്യക്തത വരുത്താനുള്ള അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരുത്താനുള്ള ഒരു ബാധ്യത പാർട്ടിക്ക് വരുന്നുണ്ടോ ഈ ശബ്ദരേഖയിലൂടെ, ശ്രീ ജയചന്ദ്രൻ? പ്രതീക്ഷ, ഈ പുറത്തു വന്ന വിഷയം, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വിഷയം CPM-നെ സംബന്ധിച്ച് തീർച്ചയായും അപകീർത്തികരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ ഗൗരവത്തെ കുറിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് അതിന്റെ പാർട്ടിക്കുണ്ടാക്കുന്ന എത്രത്തോളം ഡിഫെയിം ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഗൗരവം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ആസ്പെക്റ്റ് ആണ്. കാരണം ഈ സംഭാഷണം 5 വർഷങ്ങൾക്ക് മുമ്പാണ് നടക്കുന്നതെന്ന് താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ. 5 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഇത് 2025, 5 വർഷങ്ങൾക്ക് മുമ്പ് 2020-ലുമാണ്. 2020-ൽ കരുവന്നൂർ കേസ് പോലും സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല. എന്നാൽ 2020 ഡിസംബറിൽ CPM സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനത് മാതൃഭൂമി ചാനലിലടക്കം ആ ഘട്ടങ്ങളിലൊക്കെ ഈ കരുവന്നൂർ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ചർച്ചകൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. പുതുതായിട്ട് പറയുന്നൊരു കാര്യമൊന്നുമല്ല. അതിനുശേഷം 2021-ൽ ജൂണിലാണല്ലോ കരുവന്നൂർ ബാങ്കിന്റെ സെക്രട്ടറി തന്നെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്നതും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും തുടർന്ന് മീഡിയ കേസിലേക്ക് വരുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിന്റെ ക്രോണോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല, സമയക്കുറവ് കൊണ്ട്. അപ്പോ ഈ 5 വർഷം മുമ്പ് നടന്ന സംഭാഷണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് എത്രത്തോളം വാസ്തവങ്ങളുണ്ട്, എത്രത്തോളം വസ്തുതകളുണ്ട് എന്നൊക്കെയുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ ആദ്യ തുടക്കത്തിൽ പറഞ്ഞ അപകീർത്തികരമായ വലിയ ഒരു അംശം അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പ്രശ്നം തീർച്ചയായും CPM പരിശോധിക്കുക തന്നെ ചെയ്യും. പരിശോധിക്കുമെന്ന് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനകം തന്നെ K. അബ്ദുൽ ഖാദർ അത് പറഞ്ഞിട്ടുമുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കട്ടെ. ഈ വിഷയത്തില് അനിലക്കര പ്രതികരണം നടത്തുന്നുണ്ട്, തത്സമയമാണ് പ്രതികരിക്കുന്നത്. അതുകൂടി ഒന്ന് കേട്ട ശേഷം അങ്ങയിലേക്ക്. അറിയാവുന്ന പോലെ കരുവന്നൂർ തട്ടിപ്പിന്റെ നാൾവഴികൾ മാത്രമല്ല, ശ്രീ AC മൊയ്തീൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് കോടാനുകോടി രൂപയാണ് എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ കണ്ടെത്തിയതാണ്. 98 ലക്ഷം രൂപയുടെ അവിഹിത സമ്പാദ്യമാണ് അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തെളിവെടുപ്പിന്റെ സമയത്ത് അവിടുന്ന് കണ്ടുകെട്ടിയത്. അത് പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഹൈക്കോടതിയിൽ പോയതിനു ശേഷം അത് കോഷ് ചെയ്യുകയുണ്ടായ കേസ്. പക്ഷേ അതിനകത്ത് വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കേസിന്റെ നാൾവഴികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഈ പണം എങ്ങനെയാണ് കണ്ടുകെട്ടിയതെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, കരുവന്നൂർ കേസിന്റെ സെറ്റിൽമെന്റിന് ശേഷം CPM നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒന്നും മുന്നോട്ട് പോയില്ല. ഇന്ന് ശരത്തിന്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവതരമാണ്. അത് കരുവന്നൂർ കേസിനകത്തെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ അവിഹിത സമ്പാദ്യം പാർട്ടിയിലെ ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ കൂടി തെളിവാണ്. ഈ വിഷയത്തിൽ ഇന്ന് നേരത്തെ തന്നെ
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച കേസ് ഒത്തുതീർത്ത വിഷയം എല്ലാവർക്കും അറിയാം. ഇനി അവരെ സമീപിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നറിയാം. പക്ഷേ എങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും സംസ്ഥാന അന്വേഷണ ഏജൻസികളെയും സമീപിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ കടമ എന്ന രീതിയിൽ ശരത്തിൻ്റെ ഓഡിയോ ക്ലിപ്പടക്കം ഇന്ന് കേരളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ മാധ്യമങ്ങളുടെ വീഡിയോ അടക്കം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽ ആയ പരാതി അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തണം. നിലവിൽ എൻ്റെ അറിവനുസരിച്ച് AC മൊയ്തീനും MK കണ്ണനും ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ജില്ലയിലെ CPM നേതാക്കന്മാർ ഇൻകം ടാക്സിൻ്റെ നിരീക്ഷണത്തിലാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 2 കോടി രൂപ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലവിൽ നിൽക്കുന്നുണ്ട്. ആ കേസിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും 5 കോടിയിലധികം രൂപയാണ് ഇപ്പോഴും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മരവിപ്പിച്ചിട്ടുള്ളത്. അത് മാറാൻ വേണ്ടി ഹൈക്കോടതിയിൽ കേസ് തള്ളിയത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത്. ചില ഓഡിയോ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കുന്ന സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ AC മൊയ്തീൻ നിലവിൽ MLA ആണ്. MK കണ്ണൻ കേരള ബാങ്കിൻ്റെ വൈസ് ചെയർമാനാണ്. ഇവർ രണ്ടുപേരും പൊതുപ്രവർത്തകരുടെ നിർവചനത്തിൽ വരുന്ന പൊതുപണം, കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള പണം വാങ്ങുന്ന പൊതുപ്രവർത്തകരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വിജിലൻസിൻ്റെ പരിധിയിൽ വരുന്ന ആളുകളാണ്. ഇവിടെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും DYFI നേതാവിൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ കേസെടുക്കണം, അടിയന്തരമായും ഇവർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അഴിമതികളല്ല AC മൊയ്തീൻ നടത്തിയിട്ടുള്ളത്. AC മൊയ്തീൻ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടാനുകോടി രൂപയാണ് കൈപ്പറ്റിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് 2 കോടി രൂപ AC മൊയ്തീൻ സന്തോഷ് ഈപ്പൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയത്. അത് ഫോറിൻ മണിയാണ്. അത് AC മൊയ്തീൻ കൈപ്പറ്റാനുള്ള ഇടനിലക്കാരനായി നിന്നത് UAE കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരൻ കൂടിയായ ഫിനാൻസ് ഓഫീസറാണ്. ഖാലിദിൻ്റെ കയ്യിൽ നിന്നും ഫോറിൻ മണി കൈപ്പറ്റിയ ആളാണ് AC മൊയ്തീൻ എന്ന് പറയുന്നത്. ആ കേസ് വരാതിരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത CBI കേസിൽ ആ കേസ് തടയാൻ വേണ്ടി ഹൈക്കോടതിയിൽ പെറ്റീഷൻ പോയത്. ഹൈക്കോടതിയെ തള്ളുകയുണ്ടായി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. ആ കേസിലും സംസ്ഥാന സർക്കാർ തടസ്സഹർജി കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ CBI കേസ് അന്വേഷിച്ചാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രതിയായി AC മൊയ്തീൻ വരും. ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ അനിൽ അക്കര മുൻ MLA ഉന്നയിക്കുന്നത്. ശ്രീ M ജയചന്ദ്രൻ, ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് നിലയുറപ്പിക്കുന്ന CPM-ന്റെ ആ ഒരു സിദ്ധാന്തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ സംശുദ്ധ രാഷ്ട്രീയത്തിന് ഉടമയായിരിക്കണം എന്നതിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയൊക്കെ എന്താണ് MK കണ്ണൻ പരമശുദ്ധനാണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ AC മൊയ്തീൻ പരമശുദ്ധനാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇടാൻ കഴിയില്ല. കാരണം എന്താണ്, അവരൊക്കെ ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ 5 വർഷം മുൻപാണ് ഈ ശബ്ദരേഖ പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം എത്രയോ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇവരൊക്കെ ആരോപണത്തിന്റെ നിഴലിലേക്ക് വരുന്നു. ഇവർക്കൊക്കെ ഇത്രത്തോളം സാമ്പത്തിക ആരോപണങ്ങൾ ഇവർക്കൊക്കെ എതിരെ എന്തുകൊണ്ട് വരുന്നു? അപ്പോൾ ഇതിലൊന്നും ഒരു ക്ലാരിറ്റി വരുത്താതെ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ഈ നിബിൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. MK കണ്ണൻ പറഞ്ഞുവല്ലോ, ഇതാ ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞല്ലോ, തീർന്നല്ലോ എന്ന്. മറ്റൊരാൾ ഈ ശബ്ദം പുറത്തേക്ക് വിട്ട ആ ആളെയും തരം താഴ്ത്തപ്പെടുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ സംശുദ്ധിയെക്കുറിച്ച് പറയുകയാണ്. ഒരു ഇല്ലീഗൽ നെക്സസ് ഇങ്ങനെ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അന്ന് ഈ പരാതികൾ MV ഗോവിന്ദന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. അതിൽ പിന്നാലെ പോകാനോ ഇതിലൊരു ക്ലാരിറ്റി വരുത്താനോ ഈ പാർട്ടി തയ്യാറായില്ല എന്ന് പറയുമ്പോൾ എന്ത് ഉത്തരം നൽകും ശ്രീ ജയചന്ദ്രൻ? അത് അങ്ങനെ ആര് പറയുന്നു? ഈ പാർട്ടി ഇതിനകത്ത് ക്ലാരിറ്റി വരുത്താൻ തയ്യാറായില്ല എന്ന് ആര് പറയുന്നു? പ്രതീക്ഷ, കാരണം ഈ വിഷയത്തില് 5 വർഷം മുമ്പാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ ആ 5 വർഷം മുമ്പ് ഉള്ള കാര്യവും ഈ ഓഡിയോ ക്ലിപ്പും മാറ്റി വെച്ചേക്കൂ. ഇത് മാത്രം എടുക്കൂ. ED അന്വേഷിച്ച വിഷയം എന്ന കരുവന്നൂർ മാത്രം എടുത്തോളൂ താങ്കൾ. എനിക്ക് അതിനകത്ത് ഞാൻ അതിനോട് യോജിക്കുന്നു, താങ്കൾ ഇപ്പൊ പറഞ്ഞതിനോട്. എവിടെയാണ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയെ 10 മണിക്കൂർ ചോദ്യം ചെയ്തല്ലോ ED. എത്ര കാലമാണ് കണ്ണൻ അകത്ത് കിടന്നത്? AC മൊയ്തീനെ ചോദ്യം ചെയ്തില്ലേ? എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽ അക്കര തന്നെ ഇപ്പൊ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞില്ലേ, AC മൊയ്തീന്റെ മകളും ഭാര്യയും പോയി ഹൈക്കോടതിയിൽ അത് ക്വാഷ് ചെയ്തു. ഹൈക്കോടതി ഏതായാലും പിണറായി വിജയന്റെ കീഴിലല്ലോ. നിങ്ങൾക്ക് ആരോപിക്കാൻ കഴിയുന്ന അത്രയല്ലേ ഉള്ളൂ. സ്റ്റേറ്റിന്റെ മെഷീനറിയും ഇവർക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണല്ലോ മാക്സിമം ആരോപണം.
ഹൈക്കോടതിയെ പറ്റി നിങ്ങൾ അങ്ങനെ ആരോപിക്കുന്നില്ലല്ലോ. അപ്പൊ ഹൈക്കോടതി എന്തുകൊണ്ടാണ് ക്വാഷ് ചെയ്തത്? ഈ പിന്നെ കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞ് കണ്ടെത്തി തന്നെയാണല്ലോ ഹൈക്കോടതി അത് ക്വാഷ് ചെയ്തത് കേസ്. അത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. പിന്നെ എന്നിട്ടും പറയുകയാണ് ഗുരുതരമായ ആരോപണങ്ങൾ. എന്ത് ആരോപണങ്ങൾ? പിന്നെ വിജിലൻസ് പറയട്ടെ പ്രതീക്ഷേ, വിജിലൻസില് സ്വമേധയാ കേസെടുക്കണം എന്ന് പറഞ്ഞ് വിലപിക്കണ്ട. പിന്നെ സത്യമാണെങ്കിൽ, ഇപ്പൊ അഞ്ചൊക്കെ പറഞ്ഞ സത്യമാണെങ്കിൽ വിജിലൻസ് ഡയറക്ടർ കേസ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ചോളും. അല്ലെങ്കിൽ വിജിലൻസ് കോടതി ഉണ്ടല്ലോ, അവിടെ പോകാമല്ലോ. നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് എല്ലാം കിടക്കുകയാണെന്നേ. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുകയല്ലോ. ഇന്നിപ്പോ പുറത്തു വന്ന ഈ ഓഡിയോ ക്ലിപ്പ്, അതിൻ്റെ അകത്ത് പറയുന്നത് MK കണ്ണൻ പിന്നെ കപ്പലണ്ടി വിറ്റ് നടന്ന ആളാണ്. K കരുണാകരൻ സീതാറാമിലെ തൊഴിലാളിയായിരുന്നെന്ന്, VS അച്യുതാനന്ദൻ ആലപ്പുഴയിലെ തയ്യൽ തൊഴിലാളിയായിരുന്നെന്ന്. അവരൊക്കെ മുഖ്യമന്ത്രിമാരായവരാണ്. MK കണ്ണൻ മുഖ്യമന്ത്രിയൊന്നും ആയില്ല. കപ്പലിന് വിറ്റ് നടന്നവന് അന്തസ്സായിട്ടാണ് കപ്പലിന് വിറ്റത്. അതിനുശേഷം അന്തസ്സായിട്ട് തന്നെയാണ് പിന്നീടും ജീവിക്കുന്നത്, ഇപ്പോഴും ജീവിക്കുന്നത്. എന്തെങ്കിലും അമാന്യമായ പ്രവർത്തിയെടുത്താണോ അയാൾ ജീവിക്കുന്നത്? അങ്ങനെ ആരോപണം നിൽക്കുന്നില്ലല്ലോ. പിന്നെ അത് അല്ല, ഒരു സംഭാഷണത്തിൽ അങ്ങനെ വന്നുകൊണ്ട് അതെടുത്ത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കരുത് കേട്ടോ. ഈ അല്പസമയം, അതായത് ഈ 1:30 തൊട്ട് മുൻപ് വരെ, അതായത് ഈ 1:30 എന്ന ഈ സമയത്തിന് തൊട്ട് മുൻപ് വരെ ഈ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഏരിയ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തപ്പെട്ടെങ്കിലും ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന ഒരു വ്യക്തിയടക്കം ഇതിൽ പാർട്ടിക്ക് അകത്തേക്ക് ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയമാണ്. അവരാണ് ഈ പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോഴും പാർട്ടിക്കുള്ളിലുണ്ട്. ആ നേതാവാണ് പറയുന്നത് കപ്പലണ്ടി വിറ്റ് നടന്ന ആളാണ്. മാത്രമല്ല ഒരു ഹൈ ഡീലിംഗിന്റെ ആളായിരുന്നു ഈ പറയുന്ന SC മൊയ്തീൻ എന്നൊക്കെ പറയുന്നത് ആരാണ്? രാഷ്ട്രീയ പ്രതിയോഗികളല്ല, പാർട്ടിക്കൊപ്പം അല്പസമയം മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. ഹൈ ഡീലിന്റെ നടത്തുന്ന ആൾക്കാർ എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടാവുന്നേ. ബെന്നി ബെഹനാൻ അറിയപ്പെടുന്ന ഹൈ ഡീലിന്റെ ഖജനാവെന്നാണല്ലോ അറിയപ്പെടുന്നത്. ഇപ്പോൾ അദ്ദേഹം MP അല്ലേ, കോൺഗ്രസിന്റെ നേതാവല്ലേ? അതൊരു കുറച്ച് ആൾക്കാർക്ക് കാണുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവുന്നോ? ഓരോ പാർട്ടിക്കകത്തും ഉണ്ടാവുന്ന അങ്ങനെ ഹൈ ഡീൽ നടത്തുന്ന ആൾക്കാർ പാടില്ല. അതിന്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് എത്രയോ പ്ലീനങ്ങൾ, എത്രയോ കാലയളവുകളിൽ, പാർട്ടി സമ്മേളന കാലയളവിൽ അറ്റൻഷൻ പോലെ, ജാഗ്രതാ നിർദ്ദേശം പോലെ, അലർട്ട് പോലെ പാർട്ടിയിലെ അംഗങ്ങൾ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ് ആ വലത് വ്യതിയാനം വേണോ എന്ന്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇത് പാർട്ടിക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ അവന്റെ മകളിൽ മുൾക്കിരീടം ചാർത്തുന്നതാണോ ശരി? അത് ശരിയായ രീതിയാണോ? ഇടതുപക്ഷത്തിന്റെ ശൈലിയാണോ അത്? ആരുടെ മേലും മുൾക്കിരീടം ചാർത്തിയ കാര്യമാണ് താങ്കൾ പറയുന്നത്. ആരുടെ മേലിലാണ് മുൾക്കിരീടം ചാർത്തി കൊടുത്തത്? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഞാൻ പറയട്ടെ, ഈ മണ്ണുത്തി ഏരിയ കമ്മിറ്റി കീഴിൽ 7 സഹകരണ ബാങ്കിൽ ഈ പറയുന്ന കരിവന്നൂർ മോഡൽ തട്ടിപ്പുണ്ട് എന്ന് പറയുകയാണ് ഈ പറയുന്ന ബിനിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ വ്യക്തി എന്താണ്? ഏരിയ കമ്മിറ്റിയിൽ തരം താഴ്ത്തുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ സത്യാവസ്ഥയുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടി നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള നെക്സസ് ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു അന്വേഷണത്തിലേക്ക്, വിശാല അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ടോ പാർട്ടി? ഇത്ര ഒരു സാധനം കിട്ടുമ്പോ പ്രാഥമികമായിട്ട് ആരും ചോദിക്കുന്ന, അന്വേഷണാത്മകത്തോടെയുള്ള ഈ പത്രസമൂഹത്തിൽപ്പെടുന്ന, ജേർണലിസ്റ്റ് സമൂഹത്തിൽപ്പെടുന്ന ആരും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? എന്താണ് ഇതിന്റെ റിലവൻസ് എന്നുള്ളതാണ്. താങ്കൾ ആ ചോദ്യം ചോദിച്ചിരിക്കാൻ ഇടയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ ചോദ്യം സ്വയം ചോദിക്കുന്ന ആളാണെന്ന് ഞാൻ പറയുകയാണ്. എന്താണ് ഇതിന്റെ റിലവൻസ്? 5 വർഷം മുമ്പ് നടന്ന കാര്യത്തിന് ഇപ്പോൾ ഇതിന്റെ റിലവൻസ് എന്താണ്? ആ ഒറ്റ റിലവൻസ് ഇത് ഭരിക്കുന്ന പാർട്ടിയെ CPM-നെതിരെ ഉള്ളതാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് എന്ത് റിലവൻസ് ആണ് ഇതിനുള്ളത്? താങ്കൾ പറഞ്ഞത് സൊസൈറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ നിലവിൽ വിഷയമുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരുന്നേ. ആർക്കാണ് തർക്കം? CPM-നെ അങ്ങനെ ആരും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പാർട്ടിയുടെ നേതാക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ ആരോപണങ്ങളോ പുതുതായി വരുന്നതാണെങ്കിൽ ശ്രീ MJ ജയചന്ദ്രൻ അങ്ങനെ സംശയിക്കാൻ, ശ്രീ VR അനൂപ് അങ്ങനെ ഒരു ഗൗരവമില്ല. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള ചില ഗൂഢസംഘങ്ങളുടെ കരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ടൂളായി ഇവരൊക്കെ പ്രവർത്തിച്ചു എന്ന നിലയിലേക്കാണ് പാർട്ടി ഇനി എത്താൻ പോകുന്നത്. എൻ്റെ സൂചകമാണ് ഈ പറയുന്ന MK കണ്ണനായാലും ജില്ലാ സെക്രട്ടറി ആയാലും ഇപ്പോൾ ശ്രീ M ജയചന്ദ്രനെ പോലെയുള്ള മുതിർന്ന ഇടത് നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. ഇതെല്ലാം ആളുകൾ കാണുന്നതല്ലേ. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദു കൂടുമെന്ന് പരസ്യവാചകം പോലെ കമ്മിറ്റിയുടെ വലിപ്പം വർദ്ധിക്കുന്നതനുസരിച്ച്, കമ്മിറ്റിയുടെ ഹൈരാർക്കി വർദ്ധിക്കുന്നതിനനുസരിച്ച് വാങ്ങുന്ന കാശിന്റെ അളവ് കൂടുമെന്നല്ലേ DYFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് നമ്മൾ ആരുമല്ലല്ലോ. നിങ്ങൾ ചോദിച്ചതുപോലെ ഈ ആരോപണം ഉന്നയിച്ചത് രാഷ്ട്രീയ പ്രതിയോഗികളല്ലല്ലോ. തൃശൂർ ജില്ലയിലെ DYFIയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ആളാണ് പറഞ്ഞത്. ഈ നിമിഷം വരെ ജില്ലാ സെക്രട്ടറി നിഷേധിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താ? അതൊരു 5 വർഷം മുമ്പ് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാണെന്നാ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്റെ ശബ്ദ പരിശോധന നടത്തണം, എനിക്കിതുമായി ബന്ധമില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഈ നിമിഷവും ഇപ്പോൾ ഈ സമയത്തും
ആസ് ഇറ്റ് ഈസ്. ഈ ആരോപണം നിലനിൽക്കുകയാണ്. അദ്ദേഹം വളരെ അടുത്ത സഹപ്രവർത്തകരോട് പറയുന്നത് എന്താ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി പാർട്ടി വല്ലോ അന്വേഷണത്തിലേക്ക് പാർട്ടി രീതിയിൽ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ എം വി ഗോവിന്ദന്റെ മുന്നിലേക്ക് എത്തിയ ഒരു വിഷയമാണെങ്കിൽ അതിൽ കഴമ്പില്ല എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരം താഴ്ത്ത നടപടിയിലേക്ക് പോയതായിരിക്കുമോ ഇനി എം ജെ ചിദൻ പറയുന്നത് പോലെ? പാർട്ടി മുഴുവനായി തന്നെ അടിത്തൊട്ട് മുടി മുതൽ ഈ തരത്തിൽ അതിനെ അഴിമതി ബാധിച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് ഇത്തരം ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറന്തള്ളുന്നതിനുള്ള ധാർമ്മികമായ ശേഷി CPM നുണ്ടോ? ഉള്ളതായി ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? CPM ന് സാധിക്കുമോ? ഇപ്പോൾ പോലും വളരെ കാഷ്വൽ ടോക്കിൽ ഇത് പറഞ്ഞത്, ഇപ്പോൾ പോലും നടപടി എടുക്കുന്നത് എന്തിന്റെ പേരില? ആ പറഞ്ഞത് തെറ്റായി എന്നതിന്റെ പേരിലല്ല, പുറത്ത് പറഞ്ഞതിന്റെ പേരില നടപടി. അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിക്ക് നേരെ നടപടി എടുക്കണ്ടേ? ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ എന്റെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാ, ഇത് റെക്കോർഡ് ചെയ്യുമെന്ന് ഞാനൊരു ചാനൽ പറയുന്നത് കേട്ടു. അദ്ദേഹം ഇത് റെക്കോർഡ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്നും CPM സംബന്ധിച്ച ഒരു വാർത്തയല്ല. ഇവിടെ CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെ, ഇടതുപക്ഷ സഹയാത്രികനായ സുഹൃത്ത് പറയുന്നത് പോലെ CPM ഇത് വാർത്തയേ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ താങ്കൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞെട്ടാനൊന്നുമില്ല. കുറെ കാലമായി CPM ഇതൊരു ദൈനംദിന വ്യവഹാരമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ മനുഷ്യൻ നായയെ കടിച്ചാലല്ലേ വാർത്ത, നായ മനുഷ്യനെ കടിച്ച വാർത്തയില്ലല്ലോ. CPM ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ പണസമ്പാദനം നടത്തുകയാണ് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ലാന്നേ. അപ്പൊ CPM സംബന്ധിച്ച് ഞെട്ടലില്ല, CPM ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് ഞെട്ടലില്ല. ഈ പറഞ്ഞയാൾ ശബ്ദരേഖ 5 വർഷം മുമ്പ് പറഞ്ഞയാൾ ഇപ്പോൾ പിൻവലിക്കുന്നു. ഇനി അത് വേണമെങ്കിൽ വ്യാഖ്യാനങ്ങളിലേക്ക് പറഞ്ഞതാണോ എന്നൊക്കെ എന്ന വ്യാഖ്യാനത്തിലേക്കൊക്കെ പോകാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഈ പറഞ്ഞയാൾ ബാക്കി എതിർ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ ആ ശബ്ദം കേട്ടയാൾ, അതിനെതിരെ ശബ്ദിച്ചയാൾ, അദ്ദേഹത്തെ തരം താഴ്ത്തി, അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് പുറത്തുമാണ്. പിന്നെ ഇവിടെ എന്താണ് പിന്നെ പ്രശ്നം? എന്താണ് ഇനി പ്രശ്നം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് പുതുതായിട്ടൊന്നുമില്ല. ഇതൊരു പുതിയ കാര്യമാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നില്ല. ഞെട്ടുന്ന വാർത്ത എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞെട്ടലില്ല. പക്ഷെ ഇത് കാര്യങ്ങൾ എത്ര നിഷേധിച്ചാലും മാറ്റാൻ കഴിയാത്ത വിധം യാഥാർത്ഥ്യം പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ടോക്ക് പോലെ ആണെങ്കിലോ ശ്രീ VR അനൂപ്, കാരണം തെളിവില്ല. ഇതെന്താണ് പറയുന്നത്? നമ്മൾ നോക്കുമ്പോൾ എന്താണ്, കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ ഇപ്പോൾ പറഞ്ഞ കോടീശ്വരനാണ്. ഈ AC മൊയ്തീൻ ഹൈ ഡീലിന്റെ ആളാണ്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ സംഭാഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു കേസ് എടുക്കുന്നതിന് അല്ലെങ്കിൽ വിജിലൻസിലേക്ക് പോകേണ്ട രീതിയിലേക്ക് ഒന്നും അതിന്റെ മറ്റ് സംഭാഷണങ്ങളൊന്നും അനുബന്ധമായി നടന്നിട്ടില്ലല്ലോ. അത് താങ്കൾ പറയുന്നത് നിയമപരമായ കാര്യമാണ്. ഇത് ചോദിക്കുന്ന ഇത് ഗൗരവമുള്ളത് കൊണ്ടാണല്ലോ ഇന്ന് ഉച്ചയ്ക്ക് ഇത്തരം ഒരു ചർച്ച അടിയന്തരമായി താങ്കൾ സംഘടിപ്പിക്കുന്നത്. CPM ഇടത് സഹയാത്രികനായ ആളെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കുന്നത്, CPM പ്രതിനിധി നേരിട്ട് പങ്കെടുക്കാത്തത്, ഇത് ആ അർത്ഥത്തിൽ ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് എനിക്കും അറിയാം, താങ്കൾക്കും അറിയാം. പിന്നെ ഈ സാങ്കേതികത്വം പറഞ്ഞ് ഊഞ്ഞാലാടുന്നവർക്ക് ഊഞ്ഞാലാടാം. ഈ പറയുന്ന ഇതിനകത്ത് കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. അത് സെക്കൻഡറി ആയ ഒരു സംഭവമാണ്. അതിനകത്ത് അതിന്റെ ലീഗാലിറ്റി, അത് നിയമപരമായി നിലനിൽക്കുമോ, അത് കോടതിയിൽ പരിശോധിക്കപ്പെടേണ്ടതും അപ്പോഴും നിലനിൽക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പറയുന്ന പൊതുപ്രവർത്തകർ എന്ന് പറയുന്ന ടൈറ്റിലിന് കീഴെ വരുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു അന്വേഷണം നിലനിൽക്കുന്നതാണ്. ഇപ്പൊ കേരളത്തിൽ വെറും ഒരു ഓഡിയോ ക്ലിപ്പിന്റെ പേരിലാണ് ഇപ്പോൾ ഈ കേസുകളിലൊക്കെ നേരിട്ട് പരാതിക്ക് കേസെടുക്കുന്ന ഒരു സർക്കാരല്ലേ. അപ്പൊ അത് വേണമെങ്കിൽ നിലനിൽക്കാം, അത് പോകട്ടെ. നിലനിൽക്കില്ല എന്ന് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ഇതിനോട് പുറത്തുള്ള കാര്യങ്ങളെ തമസ്കരിക്കാൻ CPM കഴിയുമോ? ഇത് കേരളം ചർച്ച ചെയ്യില്ലേ? പൊതുസമൂഹം ചർച്ച ചെയ്യില്ലേ? CPM അനുഭാവികളടക്കം അല്ലെങ്കിൽ CPM നേതാക്കന്മാർ പോലും അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ കാഷ്വൽ ടോക്കിൽ, അസ്വാഭാവികമായ സാധാരണമായ സംസാരങ്ങളിൽ ഇത് ചർച്ച ചെയ്യില്ലേ? ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് CPM എങ്ങനെയാണ് ഇത് മാച്ച് കളയാൻ കഴിയുന്നത്? പറയുന്നത് നിസ്സാരക്കാരല്ല, പറയുന്നത് നിസ്സാരക്കാരെ പറ്റിയല്ലെന്നേ. പറയുന്നത് DYFIയുടെ ജില്ലാ സെക്രട്ടറി. പറയുന്നത് ആരെ കുറിച്ചാ? AC മൊയ്തീൻ എന്ന് പറയുന്നത് ആരാ? AC മൊയ്തീൻ മന്ത്രിയായിരുന്ന ആളാ, CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാ. അദ്ദേഹത്തിനെ കുറിച്ച് സമാനമായ ആരോപണങ്ങൾ മുൻപ് വന്നിട്ടുള്ളതാ. അപ്പോ CPM എന്ന പാർട്ടി കുറെ കൂടി വിവസ്ത്രമാക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. അത് കുറച്ചുകൂടി കൂടുതൽ
വ്യാപകമായി അറിയുന്ന ആളുകൾക്ക് ഇത് പണ്ടേ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ കൂടുതൽ CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെ ഇതൊരു പാർട്ടി അല്ല, ഇതൊരു പണം പിരിവിനുള്ള സമ്പാദനത്തിനുള്ള മാർഗമാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെറുപ്പക്കാരൊക്കെ അതിന്റെ ഭാഗമായി നിൽക്കുന്നത്. അങ്ങനെ ഒരു തെറ്റായ ദിശയിലേക്ക് നെക്സസുകൾ ഉണ്ടാകുന്നോ, അവിഹിത നെക്സസുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും അതിൽ ശ്രീ ജയചന്ദ്രൻ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടേ? പൊതുജനങ്ങൾ ചിന്തിക്കും പോലെ എന്തായാലും കോൺഗ്രസോ BJP-യോ മറ്റേതെങ്കിലും ഇതര രാഷ്ട്രീയ പാർട്ടികളോ പറയുന്നതല്ല. CPM-ൽ നിലവിലുള്ള അല്പസമയം വരെ CPM-ൽ പുറത്താക്കുന്നതിന് മുമ്പ് നിന്ന പ്രധാനപ്പെട്ട ഒരു നേതാവ്, അവിടെയുള്ള ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി, പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നേതാക്കന്മാർ തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് ജനം സംശയിച്ചാൽ അതിനെ ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ? വളരെ ചുരുക്കി. കോൺഗ്രസ് പറഞ്ഞത് കേട്ടില്ലേ, CPM വ്യവസ്ഥമാക്കപ്പെട്ടു നിൽക്കുകയാണ്. നേതാവായ MLA കണ്ട പെണ്ണുങ്ങളെയൊക്കെ തുണി കുറച്ച് നടക്കുന്നതിന് അവർക്ക് ഒരു ലജ്ജയുമില്ല. നാണമെന്ന് പറഞ്ഞാൽ അയിലത്തൂടെ പോയിട്ടില്ല. ആകെപ്പാടെ പറയുന്നത് എന്താ, അയാളെ ഞങ്ങൾ മാറ്റി നിർത്തിയില്ലേ? ഇപ്പൊ ഇന്നത്തെ ചർച്ച എന്താ, തിങ്കളാഴ്ച സഭാസമ്മേളനം വരുമോ ഇല്ലയോ? എന്നിട്ടാണ് CPM വ്യവസ്ഥമാക്കപ്പെട്ടത്രേ. അത് CPM വ്യവസ്ഥമാക്കപ്പെട്ടാൽ നോക്കാനും കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന് അറിയുകയൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ്. അതുപോലെ നടത്തുകയും ചെയ്യും. അതൊന്നും പ്രശ്നമില്ല. 5 വർഷം മുമ്പ് നടന്നത് ഓടിയാണല്ലോ ഇന്ന് പുറത്തു കൊണ്ടുവന്നത്. എന്നിട്ടും എന്താണ് അബ്ദുൽ ഖാദർ പറഞ്ഞത്? അക്കാര്യം പാർട്ടി പരിശോധിക്കും എന്നാണ് പറഞ്ഞത്. അല്ലാതെ അത് കഴിഞ്ഞ അധ്യായമാണ് എന്നല്ല പറഞ്ഞത്. ക്ലോസ് ചാപ്റ്റർ എന്ന് പറഞ്ഞില്ല പ്രതിപക്ഷ നേതാവിനെ പോലെ. ആ ഉത്തരവാദിത്വം CPM-നുണ്ട്. CPM-ന്റെ ഓരോ നേതാവിനുണ്ട്, പ്രവർത്തനമുണ്ട്. അതാണ് ആ പാർട്ടിയുടെ മൂല്യബോധം, ആ മൂല്യാധിഷ്ഠിത പ്രവർത്തനം എന്ന് പറയുന്നത്. അതെങ്കിലും മിനിമം മനസ്സിലാക്കിയാൽ കൊള്ളാം നിങ്ങളെ പോലുള്ളവർ എന്ന് മാത്രമേ ഞാൻ ഇതിന് മറുപടിയായി പറയുന്നുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ M. ജയചന്ദ്രൻ. ഒപ്പം തന്നെ VR അനൂപ്. ഈ വിഷയത്തിൽ എന്തായാലും പ്രതികരണങ്ങൾ കൂടുതലായി വരും, ചർച്ച ചെയ്യപ്പെടും. കാരണം ചെറിയ ഒരു പ്രതികരണമോ ശബ്ദരേഖയല്ല പുറത്തേക്ക് വരുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ തമ്മിലുള്ള പ്രതികരണമാണ്. അത് ജില്ലയിലെ ഏറ്റവും മുതിർന്ന, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന CPM-ന്റെ നേതാക്കൾക്ക് എതിരെ കൂടിയാണ്.